നമസ്കാരം, എൻ്റെ പേര് ലീജ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്ലേവറുള്ള ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ്, അതിനോടൊപ്പം തന്നെ 4 കീറിയ ഒരു തക്കാളി, അല്പം വലിപ്പമുള്ള തക്കാളി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ 1 പിടി മല്ലിയില, 1 പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ അളവ് ഒരല്പം കുറയ്ക്കാം. മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും, അല്പം കറിവേപ്പില, 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും അല്പം താഴ്ത്തി നന്നായി വഴറ്റിയെടുക്കുക. ഏത് കറിയുടെ ആണെങ്കിലും ടേസ്റ്റ് ആ വഴറ്റിയെടുക്കുന്നതിലായിരിക്കും. അതുകൊണ്ട് നന്നായി വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പരുവമല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ ഒന്നായി വരണം. ഇങ്ങനെ ആയി വരാൻ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ പിടിക്കും. ഇതാണ് കറക്റ്റ് പരുവം. ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച കൂട്ടും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു 4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിനേക്കാളും അല്പം താഴ്ത്തി നന്നായി വഴറ്റണം. പച്ചമണം പൂർണ്ണമായിട്ട് മാറണം. ഇല്ലെങ്കിൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നമ്മൾ പൊടിയെല്ലാം പച്ചപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ അടച്ച് ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. കറി ഇവിടെ തയ്യാറാണ്. ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് തയ്യാറാക്കി എടുക്കുക. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. ഒരു തവണ തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.